സാറേ, ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കി മാറ്റണം എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കുഴപ്പം? സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കിയല്ല. ആ പേര് ഗണപതി വട്ടം എന്നായിരുന്നില്ലേ? കാരണം സുൽത്താൻ ബത്തേരിയുടെ ഔദ്യോഗിക ആ സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്, ഇത് മുമ്പ് ഗണപതി വട്ടമായിരുന്നു എന്ന്. അപ്പോൾ സുരേന്ദ്രനല്ലേ ശരി? അതെ, നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് ഓരോ കാര്യത്തെയും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഗണപതി വട്ടം എന്ന് പറയുന്നത് ഒരു ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു ഇതാണ്. അത് അപ്പോൾ തന്നെ ഒരു സ്ഥലത്തിന് ആ പേര് വരുന്നത് ആ ചുറ്റുവട്ടത്തിനാണ്. സുൽത്താൻ ബത്തേരി എന്നിപ്പോൾ പറയുന്നത് ആ ഒരു ചെറിയ ഇതിനല്ല. ബത്തേരി എന്ന് പറഞ്ഞാൽ ഒരു ആയുധപുര എന്നേ പേരുള്ളൂ. പിന്നെ സുൽത്താൻ ആരായിരുന്നു എന്ന് കൂടി നമ്മൾ കാണണ്ടേ. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തിന് ഘടകവിരുദ്ധമായി വേറൊരു പേര് ഇടണം എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഉണ്ടായത്. അതെ, അത് ഗണപതി വട്ടം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏരിയ കുറവാണ്. അപ്പോൾ ആ ഏരിയയെ മുഴുവൻ ഒരു ഭരണാധികാരിയുടെ ഇതിൽ കൊണ്ടുവരുന്നത് ശരിയല്ല. അതവിടെ നിൽക്കട്ടെ, എൻ്റെ വാദം അതല്ല. ടിപ്പുവിനെ ആരാണെന്ന് അറിയണ്ടേ? അതാണ് ക്രൂരനായ ഭരണാധികാരി. അല്ല, ക്രൂരനായ ഭരണാധികാരി എന്ന് പറയുന്നതിനേക്കാൾ അധികമായി ടിപ്പു ഏറ്റവും വലിയ ഇംഗ്ലീഷ് വിരോധിയായിരുന്നു. ഇംഗ്ലീഷ് ആധിപത്യത്തിനെതിരെ പടപൊരുതിയ ഏറ്റവും ശക്തനായ ഒരാളായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരാലിയും. എന്ന് മാത്രമല്ല, ലോകത്താദ്യമായി റോക്കറ്റ് കണ്ടുപിടിച്ച് പ്രയോഗിച്ചത് ഇദ്ദേഹമാണ്, ടിപ്പുവാണ്. ആദ്യമായി റോക്കറ്റ് കണ്ടുപിടിച്ച് ഉപയോഗിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ 1760 ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം. ആ ഭരണകാലത്ത് അദ്ദേഹം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇംഗ്ലീഷുകാരെ തോൽപ്പിക്കാൻ, ഇംഗ്ലീഷുകാരെ നേരിടാൻ ഫ്രഞ്ച് സഹായം തേടുകയാണ്. ഈ ഇവിടുത്തെ അവിടുത്തെ ഭരണാധികാരികളെ ചെറുതായിട്ടുള്ളവരെല്ലാം തോൽപ്പിച്ച് അത് വലുതാക്കി സാമ്രാജ്യം. പിന്നെ സേന ആധുനികവൽക്കരിച്ചു. 3000-5000 പേര് ഫ്രഞ്ചുകാരുടെ നേതൃത്വത്തിൽ ഇവരെ പരിശീലിപ്പിച്ച് യുദ്ധത്തിന് ഇറക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഇദ്ദേഹം ഈ ഭരണം കൊണ്ട് അദ്ദേഹം ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി. ഭരണം കൊണ്ട് നേട്ടം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ടിപ്പു കാണിച്ച ക്രൂരതകൾ എന്തൊക്കെയാണ്? ക്രൂരതകളുണ്ടെന്നേ, എല്ലാ ഭരണാധികാരികളും ക്രൂരത കാണിച്ചിട്ടുണ്ട്. പക്ഷേ ടിപ്പു കാണിച്ച ക്രൂരതകൾ സമാനതകളില്ലാത്തതായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ സാറ് നിഷേധിക്കാൻ സാധിക്കുമോ? അത് ചില ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകളിൽ സംഭവിച്ചു പോകുന്ന ചില കുഴപ്പങ്ങളാണ്. നമ്മൾ ചികഞ്ഞെടുക്കണ്ടേ? ചികഞ്ഞെടുക്കണം. പക്ഷെ ചികഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് കലാപം മാത്രം ചികഞ്ഞാൽ മതിയോ? അല്ല, എത്രയോ കലാപങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. അതിൽ ഇവിടെ സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റണമെന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വയനാട്ടിൽ പോയി മത്സരിക്കുന്ന സന്ദർഭത്തിൽ സുരേന്ദ്രൻ അത് പറഞ്ഞാൽ പോരല്ലോ. സുരേന്ദ്രൻ നേരത്തെ പറയാമായിരുന്നു. പിന്നെ ഭഗത് ഇത് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ്. പക്ഷേ അത് സുരേന്ദ്രൻ്റെ ഒരു രീതിയിൽ ഞാൻ കാണുന്നത്, ഈ സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും, പൊതുജനങ്ങളിലേക്ക് അത് അതിഭീകരമായിട്ട് എത്തും. അത് എത്തുന്നുമുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു മനുഷ്യൻ അപ്പുറത്ത് സുരേന്ദ്രൻ്റെ ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് മാറ്റണം. കാരണം ടിപ്പു സുൽത്താൻ്റെ ഒരു പരാമർശം വരുന്ന സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സാധനം ഇവിടെയുള്ള ഹൈന്ദവരെയും ക്രൈസ്തവരെയും അതിദാരുണമായി കൊന്നൊടുക്കിയ ഈ ടിപ്പു സുൽത്താൻ നമുക്ക് വേണ്ട എന്നുള്ളത് ഒരു എക്സാക്ട് ടൈമിങ്ങിൽ സുരേന്ദ്രൻ നടത്തിയ ഒരു പരാമർശമായിട്ടാണ് ഞാൻ കാണുന്നത്. സാറല്ല, അത് ധനുഷിൻ്റെ ഒരു ഭാഷ്യമാണ്. ഇവിടെ ഒരു പേര് ചിരകാലമായി നിൽക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റണമെന്ന് പറയുന്നത്. അത് പാടില്ലാത്തതാണ്. ഒന്ന്, നരേന്ദ്രമോദി എത്രയോ സ്ഥലത്തിന്റെ പേര് മാറ്റിയത് മൊത്തം യോഗി ആദിത്യനാഥ് സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നുണ്ട്. അല്ല, അതൊക്കെ കൊളോണിയൽ അവശിഷ്ടങ്ങളും നമ്മുടെ എന്താ പറയുന്നത് സ്വാഭിമാനത്തെ ഹനിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തൂക്കിയെറിയത് തന്നെ വേണ്ട. അല്ല, ഇത് അവിടെ പറ്റത്തില്ലത്. കാരണം എല്ലാ കച്ചവടക്കാർ, മറ്റു വ്യവസായികൾ, ഇവരുടെ പഞ്ചായത്തുകൾ, വില്ലേജ് ഓഫീസുകൾ, അവിടെയൊക്കെ ഇത് പതിഞ്ഞു പോയൊരു പേരാണ് സുൽത്താൻ ബത്തേരി. അത് മാറ്റണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നിലനിന്ന് പോകുന്ന ഒരു കീഴ്വഴക്ക സമ്പ്രദായത്തെയും ഒരു പരിചിത നാമത്തെയും വെട്ടിമാറ്റുക എന്നുള്ളതാണ്. അത് ഈ അവസരത്തിൽ പറഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? ഈ അവസരത്തിൽ അത് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങൾക്കുള്ളിലേക്ക് എത്തും. ഈ കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ പേര് സകല സ്ഥലങ്ങളിലും പതിഞ്ഞു പോയെന്ന് സാറ് പറയുന്നു. ഒരു പാടുമില്ല ആ പേര് മാറ്റിയിട്ട് അതിന് ഗണപതി വട്ടം എന്ന് പുനർനാമകരണം ചെയ്യാൻ. അത് ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഇന്ത്യൻ പാർലമെന്റ് ഇപ്പോൾ സെൻട്രൽ വിസ്റ്റയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ പാർലമെന്റ് ബ്രിട്ടീഷുകാരുടെ ദർബാർ ഹാളായിരുന്നു.
അപ്പോൾ സാർ അതിന് ഞാനത് ചോദിക്കുകയാണെങ്കിൽ സാർ ഇങ്ങനെ പറയുമോ, ദർബാർ ഹാളിലാണ് നമ്മൾ ഇത്രയും നാൾ ഇരുന്നത്, നമ്മൾ ഇത്രയും നാൾ നമ്മുടെ നിയമനിർമ്മാണം നടത്തിയത് അവിടെയാണ്, ജനങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞുപോയി എന്ന് പറയുന്നതിനെ പോലെ ബാലിശമായിട്ടാണ് ഇത് എനിക്ക് തോന്നുന്നത്. അല്ല, ഒന്നുമല്ല. നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് കാണണം. ഒരു നാട്ടിൽ സ്വാഭാവികമായി ഈ പ്രചരിച്ചു പോരുന്ന അല്ലെങ്കിൽ ആ അഡ്രസ്സ് ഒരു അഡ്രസ്സാണത്. ആ അഡ്രസ്സ് നിലനിന്ന് പോകുന്ന ഒരു കാര്യം പെട്ടെന്ന് മാറ്റിമറിക്കണം എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷന്റെ നടുവിൽ എന്ത് കാര്യം? ഇലക്ഷന്റെ നടുവിൽ അത് പറഞ്ഞാൽ മാത്രമേ പൊതുജനങ്ങൾക്കിടയിൽ എത്തൂ. അല്ലാതെ രാവിലെ വയനാട്ടിൽ ഒരു പത്രസമ്മേളനം നടത്തിയാൽ അത് കാരണം ഇപ്പോ ഇത് ഞാൻ പറയട്ടെ, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയാണ് അപ്പുറം നിൽക്കുന്നത്, ദേശീയ തലത്തിൽ ഇത് ചർച്ചയാകുമെന്ന് സുരേന്ദ്രന് കൃത്യമായിട്ട് അറിയാം. അതല്ലേ ഒരു പൊളിറ്റിക്കൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 1% വോട്ട് പോലും ഈ ഗണപതി വട്ടത്തിന്റെ പേരിൽ ഉണ്ടാകത്തില്ല. അപ്പൊ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്ന മനസ്സിലാവും. ഒട്ടും പ്രയോജനം ഉണ്ടാകാത്ത ഒരു സാധനത്തെ ഈ ചൊറികുത്തി സമുദ്രമാക്കുക എന്ന് പറയുന്നത് പോലെ ഒരു കൊച്ചു സാധനത്തെ എടുത്ത് അത് നാട്ടുകാർക്ക് മുമ്പിൽ, ഹിന്ദുക്കൾക്ക് മുമ്പിൽ ഒരു വികാരപരമായി ആളിക്കത്തിക്കാൻ. ടിപ്പു സുൽത്താന്റെ ക്രൂരതകൾക്കിരയായത് ക്രിസ്ത്യാനികളാണ്. പക്ഷെ ആ ക്രിസ്ത്യാനികൾക്കൊന്നും ഇപ്പോൾ പരാതിയില്ല. അവിടെ ഒരു ഹിന്ദു കാർഡ് ഇറക്കി ഹിന്ദുക്കളുടെ വോട്ട് നേടാൻ കഴിയുമോ എന്നൊരു അന്വേഷണമാണ്. പിന്നെ വയനാട് പോലെയുള്ളൊരു സ്ഥലത്ത് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പ്രധാന ഒരു സ്ഥലം ഇന്ന് പലതുകൊണ്ടും കേളി കേട്ടതാണ്. ലോകത്തിലെ പല മേഖലകളിലും ഇതറിയപ്പെടുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റണം. എന്നിട്ട് ഗണപതി വട്ടം ഉണ്ടാക്കണം. അല്ല, പതുക്കെ ഉടനെ ഒന്നും പതുക്കെയൊന്നും ധനുഷെ മാറത്തില്ല. കാരണം അത് സ്വാഭാവികമായി അത് പാടി പതിഞ്ഞുപോയ ഒരു പേരാണ്. ആ പേരിൻ്റെ പിന്നിൽ ഇപ്പോൾ ബത്തേരി എന്ന് പറയുന്നത് ഒരു ആയുധ ശേഖരിച്ചിരുന്ന സ്ഥലം എന്ന അർത്ഥമേ ഉള്ളൂ. ഈ സുൽത്താൻ എന്ന് പറഞ്ഞ ടിപ്പു സുൽത്താൻ ബത്തേരി അന്ന് ഇന്നില്ല, സുൽത്താൻ എന്നേ ഉള്ളൂ. അപ്പൊ വാദം കണ്ടോ, ആദ്യം ടിപ്പു സുൽത്താനെ സാറ് മഹത്വവൽക്കരിച്ചു, ഇപ്പൊ ടിപ്പു എന്നില്ല, സുൽത്താൻ. അല്ല, പേര് മാറി മാറി വരുമ്പോൾ ജനങ്ങളുടെ നാവിന് സൗകര്യപ്രദമായ തരത്തിൽ, ഉപയോഗപ്രദമായ തരത്തിൽ വരുന്നു എന്നുള്ളതല്ലാതെ ധനുഷിത്ര പ്രതിയോഗിക കണക്ക് ടിപ്പുവിനെ കാണരുത്. ടിപ്പുവിന്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോണ പള്ളിയുടെ ചരിത്രം അവിടെ മതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? AD 1789 കാഞ്ഞൂർ പള്ളി ആക്രമിക്കാൻ വന്ന ടിപ്പുവിന്റെ സൈന്യം പുണ്യാളന്റെ അനുഗ്രഹത്താൽ തോറ്റു പിന്മാറിയെന്നാണ് അവർ പറയുന്നത്. ഇത് മാത്രമല്ല, എത്ര ചരിത്രകാരന്മാർ ടിപ്പുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. വില്യം ലോക്സിന്റെ മലബാർ മാനുവലിൽ, കേണൽ വിൽസിന്റെ ചരിത്രരേഖകൾ, ബാർത്തലോമിയുടെ ഈസ്റ്റ് ഇൻഡീസിലേക്കുള്ള യാത്ര, KP പത്മനാഭ മേനോനും സർദാർ KM പണിക്കരും എഴുതിയ കേരള ചരിത്രം, ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചരിത്ര ഗവേഷണ പ്രബന്ധങ്ങൾ, ഇതിലെല്ലാം ടിപ്പുവിന്റെ ക്രൂരതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രൂരതകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സുനിൽ പി ഇളയിടത്തിന്റെ മാത്രം കേട്ടില്ല. ഇവിടെ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ കാണേണ്ടത്, ടിപ്പു സുൽത്താൻ അല്ലായിരുന്നെങ്കിൽ ഇംഗ്ലീഷുകാർ ഇവിടെ ഉണ്ടാക്കുമായിരുന്ന തീവ്രത, അവരിവിടെ ഉണ്ടാക്കുമായിരുന്ന ഏറ്റവും വലിയ ആക്രമണം, കൊല്ലും കൊലയും ഒക്കെ കൂടെ നമ്മൾ പരിഗണിക്കണം. അവിടെ ഇംഗ്ലീഷുകാരെ മാറ്റി നിർത്തിയിട്ട് ഇംഗ്ലീഷുകാരെയാണ് ടിപ്പു സുൽത്താൻ ആക്രമിക്കുന്നതെങ്കിൽ ടിപ്പു സുൽത്താൻ എന്തിനാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ടാർഗറ്റ് ചെയ്ത് കൊന്നൊടുക്കിയത്, എസ്പെഷ്യലി നായന്മാരെ ടാർഗറ്റ് ചെയ്ത്? തിരുവനന്തപുരത്തോട്ട് വന്നപ്പോൾ ടിപ്പു സുൽത്താനെ കണ്ടം വഴി ഓട്ടിക്കുകയായിരുന്നു, വെട്ടും കൊടുത്ത്. അത് സ്വാഭാവികമായി ഒരു അതിന് മറുപടിയില്ല. പടയാളികളുടെ അംഗബലം കുറഞ്ഞതുകൊണ്ടും ആ പടയാളികൾക്ക് ഏതോ ക്ഷതം സംഭവിച്ചതുകൊണ്ടും പറ്റിയ ഒരു അപകടമാണ് എന്ന് മാത്രമല്ല, എത്രയോ ധീരനാണെന്നറിയോ ടിപ്പു. ടിപ്പു പറഞ്ഞത് അവസാന കാലത്ത് ഒരിക്കലും ഒരു വംശഹത്യ നടത്തുന്നതും മതം മാറ്റം നടത്തുന്ന ഒരാളും ഒരിക്കലും ധീരനായിട്ട് ഞാൻ അംഗീകരിക്കില്ല. ധീരമാണ് ടിപ്പു എന്നാണ് എൻ്റെ വാദം. അല്ല, ധീരനായി ആണെന്ന് പറയാൻ കാരണം അദ്ദേഹം പറയുന്നത്, എനിക്ക് ഒരു ദിവസമേ ജീവിച്ചിരിക്കാൻ കഴിയുകയുള്ളെങ്കിൽ പോലും എനിക്കൊരു കടുവയായി ജീവിക്കണം, എനിക്കൊരു സിംഹമായി ജീവിക്കണം. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ വാര്യം കുന്നനെ കുറിച്ച് പറയുമ്പോഴും ഇവർ പറയുന്ന സാധനമാണ്. വാര്യം കുന്നൻ പറയുന്നു എന്റെ നെഞ്ചത്തോട്ട് വെടിവെക്കണം, എന്റെ പുറകിൽ വെടിവെക്കില്ലെന്ന്. ഇത് ഏതിലാണ് ഇത് പറയുന്നത്? അതേസമയം വാര്യൻ കുന്നൻ എല്ലാവരും നിങ്ങളുടെ നോക്കി ഓടിക്കോളാൻ പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. അതിന് കൃത്യമായി ടിപ്പു സുൽത്താൻ പറയുന്ന ഈ കാര്യങ്ങൾക്കൊന്നും ഒരു രേഖയും കാര്യങ്ങളൊന്നും അല്ലല്ല. എനിക്ക് 1000 വർഷം ആടിനെ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഇദ്ദേഹത്തെ പിടിച്ചു, ബ്രിട്ടീഷുകാർ പിടിച്ച് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വന്ന ഒരു ഭടൻ ഇദ്ദേഹത്തിൻ്റെ അരപ്പട്ടയിലുണ്ടായിരുന്ന ബെൽറ്റ് എടുത്ത് അതിനകത്തുള്ള രത്നങ്ങൾ കണ്ട്
അത് മോഹിച്ച് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവനെ കുത്തി വീഴ്ത്തി. ഈ കിടക്കുമ്പോൾ തന്നെ കുത്തി വീഴ്ത്തി. അങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലായിരുന്നു ടിപ്പുവിൻ്റെ ജീവിത വീക്ഷണം. അദ്ദേഹം ഇവിടുന്ന് പോയി, ഇവിടെ അധികാരം നിന്നില്ല. ഉള്ള കാലത്ത് ഇവിടെ കുറച്ച് ക്രൂരത കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നാടുണ്ടാക്കി, ആ നാട്ടിൽ സമാധാനം ഉണ്ടാക്കി, നാട്ടിൽ വമ്പൻ റോഡുകൾ ഉണ്ടാക്കി, യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കി. എല്ലാം ടിപ്പുവിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, ടിപ്പുവിന്റെ പടയോട്ടം നടത്താൻ അദ്ദേഹം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് റെയിൽവേ ട്രാക്ക് പണിതത് അവർക്ക് ഇവിടെ നിന്ന് വേണ്ട ചരക്ക് സാധനങ്ങൾ ഗതാഗതം. അതൊക്കെ ശരി, പക്ഷെ അതൊക്കെ ഉണ്ടാക്കിയില്ലേ? അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സാറേ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഇതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയല്ലേ? അല്ല, ആ ജനതയുടെ കാലഘട്ടം കൂടി ആലോചിച്ചോണം. മണ്ടന്മാരായ ഒരു ജനതയെ ബ്രിട്ടീഷുകാരൻ ഒരു കാര്യം, ഈ മണ്ടന്മാരായിട്ടുള്ള ജനത എന്ന് സാറ് പറയുന്ന ഈ ജനത ഇതുപോലെയുള്ള ടിപ്പു സുൽത്താന്റെയും ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗലുകാരുടെയും ഡച്ചുകാരുടെയും അധിനിവേശത്തിനിരയായ ഒരു ജനത, ഈ ജനത ഇവരുടെയൊക്കെ അധിനിവേശത്തിന് നിന്നുകൊടുത്ത് തങ്ങളുടെ സ്വാഭിമാനം കൈവിട്ടത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പതിച്ചത്, ഇല്ലേ? നമുക്കത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഇല്ല ധനുഷ്, അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇത് അനവസരത്തിലാണ് പറഞ്ഞത്, അപ്രായോഗികമാണ്, നടക്കാൻ പോകുന്നില്ല. ടിപ്പു സുൽത്താൻ്റെ മഹത്വം ഇനി ഇവിടെ വാഴ്ത്തപ്പെടേണ്ടി വരും. കാരണം ടിപ്പു സുൽത്താൻ ആരായിരുന്നു, എന്തൊക്കെ ചെയ്തു നാടിന് വേണ്ടി എന്ന് പറയേണ്ടി വരും. അത് പറഞ്ഞതിന് ശേഷമാണ് ടിപ്പു സുൽത്താനും പാവം സുരേന്ദ്രനും എന്ന ഒരു ടോപ്പിക്ക് പോലും കരുതുന്നതൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ടിപ്പു സുൽത്താനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ഒരു കഥ മെനയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വാദം. സത്യമാണ്.